അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലെ രണ്ടാം ഘട്ട വീഡിയോ ആണിത്. ഈ ശിവലിംഗത്തിൻ്റെ അകം നമുക്ക് ദർശിക്കാൻ സാധിക്കും. അത് ഞാൻ എൻ്റെ നാടായ തെങ്ങമത്തു നിന്നും ഏകദേശം രാത്രി 2 മണിക്കെല്ലാം വാഹനം എടുത്ത് ഡ്രൈവ് ചെയ്ത് തിരുവനന്തപുരം പഴവങ്ങാടി പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ദേവി ക്ഷേത്രം, തിരുവല്ലം പരശുരാമ ക്ഷേത്രം, ആഴിമല ക്ഷേത്രം, അത് കഴിഞ്ഞ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിലെത്തുമ്പോൾ അകത്തേക്ക് ഞാൻ വരുന്നില്ല. കാരണം എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് അവരോട് പോകാൻ പറയുമ്പോൾ, പെങ്ങളും അളിയനോട് അത് പോകാൻ പറയുമ്പോൾ പെങ്ങളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഈ ശിവലിംഗത്തിനകത്തെ ദർശനത്തിനായി പോയത്. ദർശിച്ച് കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരിക്കലും ഇത് ഞാൻ ദർശിക്കാതിരുന്നായിരുന്നെങ്കിൽ ജീവിതത്തിലെ വലിയൊരു നഷ്ടമായിരുന്നത്. കാരണം അതിനെ പെങ്ങളോട് ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളും ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ ഈ ശിവലിംഗത്തിനകത്ത് ദർശിക്കാതെ ഒരു കാരണവശാലും പോകരുത്. ഒരാൾക്ക് 200 രൂപ പാസ്സാണ്. നമ്മുടെ കൈവശമുള്ള മൊബൈലിലും മറ്റ് ക്യാമറകളുമൊക്കെ കൗണ്ടറിൽ കൊടുത്ത് ടോക്കൺ എടുത്ത് വേണം അകത്തേക്ക് പോകാൻ. അതുകൊണ്ട് അകത്തെ വീഡിയോസോ ഫോട്ടോയോ ഒന്നും പുറത്തേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയില്ല. അത് നേരിട്ട് തന്നെ അനുഭവിക്കുക. അത് നേരിട്ട് അനുഭവിക്കേണ്ട ഒരു കാഴ്ച തന്നെയാണ്. അകത്ത് ഞാൻ കണ്ട കാഴ്ചകളിൽ കുറച്ച് കാര്യം നിങ്ങൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. പക്ഷേ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നില്ല, കാരണം അത് നേരിട്ട് തന്നെ അനുഭവിക്കുക എന്നുള്ളതാണ്. ഈ ശിവലിംഗത്തിൻ്റെ ഉയരം ഏകദേശം 111 അടിയാണ്. 7 നിലകളായിട്ടാണ് ഈ ശിവലിംഗത്തിൻ്റെ നിർമ്മാണം. ലോകത്തിലെ തന്നെ ഉയരം കൂടിയ രണ്ടാമത്തെ ശിവലിംഗമാണ് ചെങ്കൽ മഹേശ്വരം ശിവപാർവതി ക്ഷേത്രത്തിൻ്റെ ഈ ശിവലിംഗം. ഇതിൻ്റെ 7 നിലകൾ നമ്മൾ കയറി ഇറങ്ങുമ്പോൾ ഒരിക്കലും നമുക്ക് ശാരീരിക ക്ഷീണം അനുഭവപ്പെടില്ല. അത്തരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ കൂടെ അകത്തേക്ക് കയറുമ്പോൾ ഒരു ഗൈഡും കൂടെ ഉണ്ടാകും. ഓരോ നിലകളിൽ കാണുന്ന ദേവീ ദേവരൂപങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ ഗൈഡ് നമുക്ക് പറഞ്ഞു തരും. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, കാരണം നേരിട്ട് അനുഭവിക്കേണ്ട കാഴ്ച തന്നെയാണിത്. ഈ ശിവലിംഗത്തിൽ കാണുന്ന 7 നിലകളെ നമ്മുടെ മനുഷ്യ ശരീരത്തിലെ 7 ചക്രങ്ങളെയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. ഓരോ നിലയിലും വിവിധ ദേവീദേവൻ രൂപങ്ങൾ കാണാം. ഏറ്റവും താഴത്തെ നിലയിൽ മൂലാധാരമായും, രണ്ടാമത്തെ നിലയെ സ്വാധിഷ്ഠാനമായും, മൂന്നാമത്തെ മണിപൂരകമായും, 4ാമത്തെ അനാഹതമായും, 5ാമത്തെ നിലയെ വിശുദ്ധിയായും, 6ാമത്തെ നിലയെ ആജ്ഞയായും, 7ാമത്തെ നിലയായ സഹസ്രാരം എന്ന രീതികളിലാണ് ഈ ശിവലിംഗ നിർമ്മാണം. ശരിക്കും പറഞ്ഞാൽ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ കാണാം എന്ന രീതിയിലാണ്. 7ാമത്തെ നില എത്തുമ്പോൾ ഭഗവാന്റെ വാസസ്ഥലമായ കൈലാസത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. പിന്നീട് അവിടെ നിന്ന് വൈകുണ്ഠം ദർശിച്ച് ദേവലോകത്തെത്തിച്ചേരും. കൈലാസത്തിലെ ശിവനും പാർവതിയും, വൈകുണ്ഠത്തിലെ വിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും, ദേവലോകത്ത് മഹാദേവനെയും പാർവതിയെയും, മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും, ബ്രഹ്മദേവനെയും സരസ്വതി ദേവിയെയും, നാരദ മഹർഷിയെയും, ദേവഗുരു ബൃഹസ്പതിയൊക്കെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അടുത്തത് ഓച്ചിറ പരബ്രഹ്മ സന്നിധിയിലെ കുറച്ച് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഹായ്.